CPM സൈദ്ധാന്തിക ഗുരുവായ MP ഗോവിന്ദൻ വീണ്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പിണറായി വിജയൻ CPM കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച പേരാണ് MP ഗോവിന്ദന്റേത്. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി പ്രവർത്തിച്ച മികവിന് ലഭിച്ച അംഗീകാരമാണ് MP ഗോവിന്ദനെ വീണ്ടും തേടിയെത്തിയ സംസ്ഥാന സെക്രട്ടറി പദം. സമ്മേളനം വഴി ഗോവിന്ദൻ ആദ്യമായാണ് സെക്രട്ടറിയാകുന്നത്. 2028 അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഗോവിന്ദന് പ്രായം 74 ആകും. അന്നും CPM-ലെ പ്രായപരിധി നിബന്ധന ബാധകമാവില്ല. ഇത്തവണ സംസ്ഥാന സെക്രട്ടറി ആകുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നായിരുന്നു സമ്മേളനത്തിന് മുൻപ് MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സംസ്ഥാന സെക്രട്ടറി നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്നാൽ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ചാൽ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും ഗോവിന്ദൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് ഗോവിന്ദൻ ആദ്യം സംസ്ഥാന സെക്രട്ടറി ആയത്. ഇതിനു മുൻപ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിയത് പിണറായി വിജയൻ മാത്രമായിരുന്നു. ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്ന് നയനാർ മന്ത്രിസഭയിൽ നിന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത്. ദീർഘകാലം ആ ചുമതലയിലിരുന്ന പിണറായി പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചെത്തിയത് മുഖ്യമന്ത്രിയായാണ്. പിണറായിയേക്കാൾ സൗമ്യമുഖമാണെങ്കിലും ഇടപെടലിലും പാർട്ടി ശൈലിയിലും അദ്ദേഹത്തിന്റെ പകർപ്പാണ് MP ഗോവിന്ദൻ. പഠനകാലത്ത് ലോങ് ജമ്പിലും ഹൈ ജമ്പിലും മികവ് തെളിയിച്ച ഗോവിന്ദൻ പിന്നീട് കായിക അധ്യാപകനായെങ്കിലും ഇഷ്ടവിഷയം തത്വശാസ്ത്രമാണ്. മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തെ പുതിയ കാലത്തിന് അനുസൃതമായി വ്യാഖ്യാനിക്കുകയും അത് CPM-ന്റെ പരിപാടികളുമായി കൂട്ടിയിണക്കുകയും ചെയ്യുന്നതിൽ MP ഗോവിന്ദനുള്ള പങ്ക് വളരെ വലുതാണ്. സംഘടനാ അച്ചടക്കത്തിന്റെ ആൾരൂപമാണ് ഗോവിന്ദൻ. ജന്മനാടായ മൊറാഴയിൽ ബാലസംഘം സംഘടിപ്പിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന പ്രസംഗങ്ങളിലൂടെയാണ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ട മാഷായി മാറിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയരാജനെയും ഗോവിന്ദനെയും ഒന്നിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. അന്ന് ക്രൂരമർദ്ദത്തിന് ഇരയായി. CPM-ന് സംസ്ഥാന തലത്തിൽ അവസാന വാക്ക് സംസ്ഥാന സെക്രട്ടറിയുടേതാണ്. പിണറായി ഭരണത്തിലും പാർട്ടിയിലും പിടിമുറുക്കിയെന്ന ആക്ഷേപമുള്ളപ്പോഴും സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്ക് ഗോവിന്ദൻ തന്നെയാണ് എന്ന് തെളിയിച്ചു. ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് പിന്നിലും ഗോവിന്ദന്റെ കരങ്ങളുണ്ടായിരുന്നു. നയസമീപനങ്ങൾ അത് സ്വീകരിക്കുന്നതിൽ മന്ത്രിസഭയിലെ പലരും ഗോവിന്ദന്റെ ഉപദേശം തേടാറുണ്ട്. പാർട്ടിയിൽ ആശയ ഭിന്നതകൾ ഉണ്ടാവുമ്പോഴെല്ലാം പാർട്ടി പക്ഷത്ത് നിന്ന് അതിന് സൈദ്ധാന്തിക വിശദീകരണം നൽകുന്നത് ഗോവിന്ദനാണ്.